രാജ്യം അടുത്തിടെ കണ്ട സമീപകാലത്ത് കണ്ട ഏറ്റവും മികച്ച രീതിയിൽ തിരക്കഥ എഴുതപ്പെട്ട നാടകത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ നാടകത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വാർത്തകൾ ഏറെയും വരുന്നത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവാണ്, തിരുവനന്തപുരത്തെ ലോക്സഭാംഗമാണ്. ഒരു പക്ഷേ രാജ്യത്ത് ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും വ്യക്തിപ്രഭാവമുള്ള നേതാക്കളിൽ ഒരാൾ എന്ന നിലയിലും അദ്ദേഹം പരിഗണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വക്താവായി വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ കോൺഗ്രസ് കൊടുത്ത അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതി പോലും തേടാതെ കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ നാമനിർദ്ദേശം ചെയ്തത്. കോൺഗ്രസ്സിന് ആ ഒരു അഭിപ്രായം ഇല്ലായിരുന്നു തരൂർ ഈ പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകണമെന്ന്. പക്ഷേ സർക്കാരിൻ്റെ വക്താവായി പ്രതിപക്ഷത്തുള്ള ശശി തരൂരിനെ കേന്ദ്രം തിരഞ്ഞെടുക്കുക വഴി കൃത്യമായ ഒരു സന്ദേശം കോൺഗ്രസ്സിന് BJP നൽകിയിരുന്നു. ആ സന്ദേശം ഇപ്പോൾ പ്രാവർത്തികമാകാൻ പോകുന്നു അതിനുള്ള അരങ്ങൊരുങ്ങുന്നു എന്നുള്ളതാണ് സൂചന. അപ്രതീക്ഷിതമായി നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് സിംഗ് ധൻഖർ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ നാടകത്തിൻ്റെ അരങ്ങ് അതിന് തിരിതെളിഞ്ഞത്. ജഗ്ദീപ് ധൻഖർ അദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി എയിംസിൽ ചികിത്സ നേടിയിരുന്നു. പക്ഷേ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു കാര്യം, അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഇനി പ്രധാനമന്ത്രിമാരായാൽ പോലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവർ അസുഖബാധിതരായാൽ അവർ ചികിത്സ തേടുക, പിന്നീട് അവരുടെ കർത്തവ്യ നിർവഹണത്തിൽ തുടരുക തുടങ്ങിയതാണ് നമ്മുടെ ഒരു കീഴ്വഴക്കം. അപൂർവങ്ങളായി മാത്രമേ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് പലരും സ്ഥാനത്യാഗം ചെയ്യാറുള്ളൂ. പക്ഷേ ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തിൽ പ്രത്യക്ഷത്തിൽ അത്തരത്തിൽ ഗുരുതരമായ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ അത്തരത്തിലുള്ളൊരു അവശത അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലടക്കം ദർശനത്തിന് വന്നു. അത്രയ്ക്കിൽ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധി അദ്ദേഹം നേരിടുന്നുണ്ടെങ്കിൽ ഇത്രയും ദീർഘയാത്ര നടത്തി ഈ ഗുരുവായൂർ ദർശനമടക്കം അദ്ദേഹം ചെയ്യുമോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാണ്. എന്നിരുന്നാലും ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം ഇപ്പോൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം രാഷ്ട്രീയ കാരണമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP ഇപ്പോൾ പരിഗണിക്കുന്നത് അവരുടെ എതിർപാളയത്തിലുള്ള ശശി തരൂരിനെയാണെന്നുള്ളതാണ്. പ്രമുഖമായും 3 പേരുകളാണ് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിൽ ഒന്നാം പേരുകാരൻ തിരുവനന്തപുരം MP കൂടിയായ ശശി തരൂരാണ്. രണ്ടാമത്തെ പേരും അതിനും വേണമെങ്കിൽ കേരളത്തിന് അവകാശവാദം ഉന്നയിക്കാം. കാരണം ഇവിടുത്തെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് പൂർണ്ണമായും ഒരു മലയാളി, മറ്റൊരു ഒരു മലയാളി തന്നെ. അതും ഇപ്പോൾ നിലവിൽ ഗോവയുടെ ഗവർണർ പദവി വഹിക്കുന്ന P. ശ്രീധരൻപിള്ള, BJPയുടെ കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ 3 പേരും ഇത്തരത്തിൽ മലയാളി ചായ്വുള്ള 3 പേരെയും BJP പരിഗണിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP വലിയ മുന്നേറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ആൾ എന്ന നിലയിൽ കേരളത്തിൽ നിന്നും ഒരാളെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ഇനി മറ്റൊരു വാദം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നു. അതായത് BJP അധ്യക്ഷൻ മാറ്റമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മുതിർന്ന അംഗം BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വരും, അല്ലെങ്കിൽ ഒരു ഒഴിവ് വരും. ആ സ്ഥാനത്തേക്ക് ഒരാൾ പരിഗണിക്കപ്പെടും. ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി പദവിയായിരിക്കും വാഗ്ദാനം ചെയ്യപ്പെടുക. അതും ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോടുകൂടിയുള്ള ഒരു പദവിയായിരിക്കും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെടുക. ഒരു പക്ഷേ അത് വിദേശകാര്യ വകുപ്പോ അത്തരത്തിൽ തന്ത്രപ്രധാനം, അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു മേഖല അത് തന്നെയാണ്, വിദേശകാര്യ വകുപ്പ് പോലെയുള്ള സംഗതികൾ. അപ്പോൾ അത്തരത്തിൽ ഒരു പദവിയായിരിക്കും അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെടുക. പക്ഷേ ഇവിടെ BJP വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും തരൂർ ആ വാഗ്ദാനം സ്വീകരിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് രാജ്യമാണ് പ്രധാനം,
രാഷ്ട്രീയം അല്ലെങ്കിൽ തൻ്റെ പാർട്ടി അത് രണ്ടാമത്തെ പരിഗണന മാത്രമാണ് എന്ന് അദ്ദേഹം പരസ്യമായി പലവട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അതായത് രാഷ്ട്രപതി കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതേപോലെയുള്ള വമ്പൻ പദവികളിൽ ഒന്നാണ് ഉപരാഷ്ട്രപതി സ്ഥാനം. ഒരു പക്ഷേ ഉപരാഷ്ട്രപതി പദവി ഈ ഒരു ഘട്ടത്തിൽ പൂർത്തിയാക്കിയാൽ അടുത്ത രാഷ്ട്രപതി പദവിയിലേക്ക് പോലും തരൂരിന് പരിഗണന ലഭിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി പദവി തരൂരിനെ സംബന്ധിച്ചൊരു മോഹ പദവിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ പോലെ രാഷ്ട്രമാണ് പ്രധാനം എന്ന തൻ്റെ നിലപാടിനോട് ചേർത്ത് വയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ വെട്ടിലാകുന്നത് കോൺഗ്രസ് ആണ്. കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പദവി സ്വീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. കാരണം ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ നാഥൻ, അല്ലെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ. അതിനെ നിയന്ത്രിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ലോകസഭയിലായാലും ശരി രാജ്യസഭയിലായാലും ശരി അംഗബലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തരൂർ വരികയാണെങ്കിൽ, അതായത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം പേരിനെങ്കിലും ഒരു കോൺഗ്രസ് പ്രതിനിധിയാണല്ലോ രാജ്യസഭ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഈ കാര്യത്തിൽ കോൺഗ്രസ് ഒരു ധർമ്മസങ്കടത്തിലാകും. കാര്യം BJP ഇങ്ങനൊരു ഓഫർ വെച്ചാൽ തരൂരിനെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാകും കോൺഗ്രസ്. ഒരു പക്ഷേ തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കാനായിട്ടുള്ള നിർദ്ദേശം കോൺഗ്രസ് നിരാകരിക്കുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് വെക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരു തുറന്ന മത്സരത്തിലേക്ക് പോകും. അപ്പോൾ തരൂർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുമോ അതിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ നാടകത്തിനും തുടക്കമാകും. സ്വാഭാവികമായും തരൂരിന് കോൺഗ്രസ് പാളയം വിട്ട് BJPയിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ നിലവിലെ ഒരു കക്ഷിനില വെച്ച് BJPക്ക് അനായാസം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇതിൻ്റെ നിയമവശം ഇങ്ങനെയാണ്: രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു ഇലക്ടർ കൊളീജിയമാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതായത് രണ്ട് സഭയിലെയുമുള്ള പ്രതിനിധികൾ, അതായത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളടക്കമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇവർ ചേർന്ന് ഉണ്ടാകുന്ന ഒരു വോട്ട്, അതാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉള്ള വിജയത്തിൻ്റെ അർഹത നിശ്ചയിക്കുന്നത്. ഇപ്പോൾ രണ്ട് സഭകളിലും കൂടി, അതായത് നിലവിലെ ഒഴിവുകളെല്ലാം നികത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ലോക്സഭയിൽ 545 ആണ് അംഗസംഖ്യ, രാജ്യസഭയിൽ 245 ആയിരിക്കും. അതായത് മൊത്തം ഏകദേശം 790 വോട്ടിൽ ഏകദേശം ഒരു 394 വോട്ട് കിട്ടിയാൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് ജയിക്കാനാകും. അപ്പോൾ നിലവിൽ BJPക്ക് നിസ്സാരമായി ഈ ലക്ഷ്യം നേടാനാകും. അതുകൊണ്ട് തന്നെ ആ ഒരു സാങ്കേതികത്വം ഇല്ല. അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വിജയിക്കാനുള്ള എല്ലാ അരങ്ങും ഒരുങ്ങി. നിലവിലെ വർഷകാല സമ്മേളനത്തിൽ തന്നെ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതരുന്നത്. ഏതായാലും തരൂരിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ്. കാരണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതായത് 2019 അദ്ദേഹത്തിന് 1 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇത്തവണ ജയിച്ചത് കഷ്ടിച്ച് 16,077 അതായത് തിരുവനന്തപുരം അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സുരക്ഷിത മണ്ഡലം ആകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തരൂരിന് ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയില്ല. അതായത് തിരുവനന്തപുരത്തെ ഇനി വലിയ സാധ്യതയില്ല എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സുരക്ഷിത സ്ഥാനം രാഷ്ട്രീയത്തിൽ തുടരുക, ഉന്നത പദവി വഹിക്കുക, ഒരു സുരക്ഷിത സ്ഥാനം എന്ന നിലയിൽ അദ്ദേഹം ഒരു കരിയർ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉപരാഷ്ട്രപതി സ്ഥാനം ഒരു ബമ്പർ ലോട്ടറി തന്നെയായിരിക്കും. അദ്ദേഹം അത് തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത.